നമസ്കാരം. ഹിജാബും ബുർഖയും നിരോധിച്ചുകൊണ്ട് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് മുംബൈ ചെമ്പൂരിലുള്ള ആചാര്യ മറാത്തെ കോളേജ്. നേരത്തെ ജൂനിയർ വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം ഇപ്പോൾ ഡിഗ്രി തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് കൂടി ഏർപ്പെടുത്താൻ പോവുകയാണ് എന്നാണ് സൂചന. ഈ മാസം ആദ്യം കോളേജിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഡ്രസ് കോഡ് കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ മതപരമായ വസ്ത്രങ്ങൾ ധരിക്കുന്നതിന് വിലക്കുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട്. പ്രത്യേകിച്ചും ഹിജാബ്, നിഖാബ്, ബുർഖ എന്നിവയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് കോളേജിൽ ഡ്രസ് കോഡ് അവതരിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും യൂണിഫോമും കോളേജ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഹിജാബും ബുർഖയും ധരിച്ചുകൊണ്ട് ജൂനിയർ വിദ്യാർത്ഥികൾ ക്യാമ്പസിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെ തുടർന്ന് അവരെ ക്യാമ്പസിനുള്ളിലേക്ക് കടക്കാൻ അനുവദിച്ചുവെങ്കിൽ പോലും ക്ലാസ് മുറിയിലേക്ക് പ്രവേശനം ലഭ്യമാകണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മതപരമായ വസ്ത്രവും പ്രത്യേകിച്ചും ഹിജാബ് ഉൾപ്പെടെ നീക്കണമെന്ന് തന്നെയായിരുന്നു കോളേജ് മുന്നോട്ട് വെച്ച ആവശ്യം. എന്തായാലും ജൂണിൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ മുതൽ ഡ്രസ് കോഡ് അനുസരിച്ചുള്ള വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കാവൂ എന്ന് അധികൃതർ കൃത്യമായി അറിയിക്കുന്നുണ്ട്. അതേസമയം തന്നെ നിരവധി മുസ്ലിം വിദ്യാർത്ഥിനികൾ തങ്ങളുടെ ആചാരപരമായ വസ്ത്രധാരണത്തെ നിയന്ത്രിക്കുന്നതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ ധാരാളം സംഘടനകളും ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അണിചേരുന്നുണ്ട്. വിവിധ സംഘടനകൾ പ്രത്യേകിച്ച് മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെ കോളേജിനെതിരെ രംഗത്തെത്തിയിട്ടുമുണ്ട്. മുംബൈ അടക്കമുള്ള മേഖലകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. അതിനിടയിലാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഹിജാബ് നിരോധനം കൂടി വിഷയമാകാൻ പോകുന്നത്. നമുക്കറിയാം, ഇതിനു മുൻപ് കർണാടകയിൽ ഹിജാബ് ഉണ്ടാക്കിയ പൊല്ലാപ്പുകൾ ചെറുതായിരുന്നില്ല. അവിടെ ഹിജാബ് നിരോധനത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധികൾ പോലും ഉടലെടുത്തിട്ടുണ്ടായിരുന്നു. ഇതുതന്നെയാണോ മഹാരാഷ്ട്രയും കാത്തിരിക്കുന്നത് എന്ന് കണ്ടറിയാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.